അന്നം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ചില എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. അല്ലാതെ അതും ഭക്ഷണമായിട്ടൊരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷേ സ്ഥലം കയ്യേറി വലിയ ബാനർ വെച്ച് ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ ഇങ്ങനെ തീരുമാനമെടുത്തത്. ഡിവൈഎഫ്ഐയും പ്രതിഷേധത്തിലുണ്ട്, സേവാഭാരതിയും പ്രതിഷേധത്തിലുണ്ട്. അതിന്റെ കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അകത്ത് രണ്ടു കൂട്ടരും വലിയ ബാനർ വെച്ച് കെട്ടി അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ അവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ വർക്കിന് അവിടെ ജോലിക്കാർ ചെന്നപ്പോൾ സേവാഭാരതിക്കാർ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണം. ഇത് സർക്കാരിന്റെ സ്വത്താണ്, വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം ആലപ്പുഴയ്ക്ക് വേണ്ടി എടുത്തത്. അപ്പൊ അതുകൊണ്ട് ഈ അന്നം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ചില എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. അല്ലാതെ അതും ഭക്ഷണമായിട്ടൊരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷേ സ്ഥലം കയ്യേറി വലിയ ബാനർ വെച്ച് ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ ഇങ്ങനെ തീരുമാനമെടുത്തത്. അല്ല, അത് അതിനെക്കുറിച്ചിട്ട് ഇപ്പൊ തീരുമാനം എടുത്തിട്ടില്ല. ആലപ്പുഴയിൽ കംപ്ലൈന്റ് കിട്ടി, തീരുമാനമെടുത്തു. മറ്റേതെങ്കിലും സ്ഥലത്ത് കംപ്ലൈന്റ് കിട്ടിയാൽ അപ്പൊ നോക്കാം. ഇപ്പൊ കംപ്ലൈന്റ് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ആരാ? ഞാൻ പറയാം, HDSലെ അംഗങ്ങൾ ഉൾപ്പെടെയാണ് മിനിഞ്ഞാന്നത്തെ അവലോകന യോഗം. HDSൽ എല്ലാ പാർട്ടിയും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ HDS എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെച്ചാ, ഞങ്ങൾ വന്നതിന് ശേഷം മാറ്റിയിട്ടില്ല. ഇതിലെ UDF അംഗങ്ങൾ വളരെ കുറവാണ് ഇപ്പോഴത്തെ HDSൽ. കാരണം നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള കക്ഷികളെയാണ് HDSലെ HMSലൊക്കെ അംഗങ്ങളാക്കുക. അതിൽ ഒരാൾ പോലും ഒരു പ്രതിഷേധവും പറഞ്ഞില്ല. MLAയും MP യും ഡെപ്യൂട്ടി സ്പീക്കറുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ ആക്ഷേപങ്ങളെക്കുറിച്ച് ചർച്ച വന്നത്. ആ കമ്മിറ്റിയുടെ തീരുമാനം, അത് കെ മുരളീധരന്റെ തീരുമാനമല്ല, HDSന്റെ തീരുമാനമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ നടത്താനും ഈ സ്ഥലം കയ്യേറ്റക്കാരെ നിർബന്ധമായിട്ട് അവിടുന്ന് മാറ്റി നിർത്താനും. ആലപ്പുഴയിൽ അതിന്റെ സംവിധാനം ഉണ്ടാക്കി. മറ്റുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടില്ല.